കഴുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. കുഞ്ഞിന്റെ കഴുത്തെല്ലാം ഒടിഞ്ഞതാണെന്ന് അറിയില്ല. ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് പോലീസറമ്മിൽ വലിച്ചെടുത്തോണ്ട് പോകുന്ന രംഗമാണ് കണ്ടത്. അതിന്റെ ഇടയിൽ കൂടെ നാട്ടുകാരെ കൊച്ചിനെ അടിക്കുന്നു, എറിയുന്നു, മൂക്കിലടിക്കുന്നു. ഈ രംഗങ്ങളാണ് കണ്ടത്. ആളെ മനസ്സിലായില്ലേ? 1.5 വയസ്സുള്ള അർഷിദ് മോനെ ഇഞ്ചിഞ്ചായി കൊന്ന ആ ഒരു പിശാച്ചിന്റെ അമ്മയാണിത്. ആദ്യമായിട്ടായിരിക്കാം നമ്മൾ കേരളത്തിൽ തന്നെ ഒരു ഉമ്മ കരയുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു വേദന വരാതെ നമ്മൾക്ക് ദേഷ്യം വരുന്ന ഒരു ആദ്യമായി. ഇതിനൊരു കാരണമുണ്ട്. ഈ ഉമ്മ ഇപ്പൊ കരയുന്നത് എന്തെന്നറിയോ? അവന്റെ ഈ പിശാച്ചിനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന് നാട്ടുകാർ അടിക്കുന്നുണ്ട്, പിന്നെ അവന് ഇങ്ങനെ വേദനയോടെ ഇങ്ങനെ പോകുന്നു. അത് എന്റെ മോന് ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തള്ള കരയുന്നത്. അവൻ അങ്ങനെ ചെയ്യില്ല, എന്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരയുന്നത്. ഇന്ന് നിങ്ങളുടെ മകനെന്നെ സംബന്ധിച്ച് ഞാൻ വേദനിപ്പിച്ചത് ശരിയാണ്, പക്ഷെ ഞാൻ വേദനിപ്പിക്കാൻ കാരണമുണ്ട്. പെറ്റ അമ്മ എന്നെ പറഞ്ഞതാണ് വേദനിപ്പിക്കാൻ, അവൾക്ക് യാതൊരു വിരോധം ഇല്ല, വേദനിപ്പിക്കുന്നില്ല പറഞ്ഞിട്ട് അമ്മ മേടിച്ചിട്ട് എങ്ങനെ വേദനിപ്പിച്ചിട്ട് സിഗരറ്റ് കുറ്റിയൊക്കെ 1.5 വയസ്സുള്ള മകൻ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. 92 മുറിവുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും നമ്മളെ വേദനിപ്പിച്ചത് അതൊന്നുമല്ല, 2 കൈ പൊട്ടിയിട്ട് പോലും 2 ആഴ്ചക്കാലം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ച്, അതും 2 ആഴ്ച. നമ്മൾക്ക് തന്നെ ഒരു എല്ല് പൊട്ടിയാൽ എത്ര സഹിക്കും? ആ 1.5 വയസ്സുള്ള പൊന്നു മോന് 2 ആഴ്ച കൈ പൊട്ടിയിട്ട് പോലും അതിന്റെ വേദന സഹിച്ചിട്ട് അമ്മ എന്ന് പോലും പേര് വിളിക്കാൻ പറ്റാത്ത ആ പിശാച്ച് ഡാൻസ് കളിക്കാൻ പോയി. ഈ പിശാച്ചിന്റെ അടുക്കൽ ആ കുഞ്ഞിനെ വിട്ടിട്ട് ആ കുഞ്ഞ് 2 ആഴ്ച ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിയാതെ, അമ്മയെന്ന് പോലും വേദന കൊണ്ട് കരയാതെ, ഒരാളെ പോലും സഹായിക്കാനില്ലാതെ ഇരിക്കുമ്പോൾ പിന്നെയും വേദനിപ്പിച്ചിട്ട് ഇഞ്ചിഞ്ചായി കൊന്ന ഈ മനുഷ്യന് വേണ്ടി നിങ്ങൾ കരയുന്ന ഓരോ കണ്ണീരുണ്ടല്ലോ. കണ്ണീർ കാണുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആളുകൾ ചിരിക്കാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മകനെ ഓർക്കുന്നു, മകനുടെ വീഡിയോ കാണുന്നു. പക്ഷെ ഒരിക്കലെങ്കിലും ഈ അർഷീദ് എന്ന 1.5 വയസ്സുള്ള പൊന്നുവിന്റെ മുഖം ഒരു 5 മിനിറ്റ് നിങ്ങൾ ഒന്ന് ആ മുഖത്തേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മകനെ കുറിച്ച് ഇങ്ങനെ പറയില്ലായിരുന്നു. അവനെ തൂക്കിക്കൊല്ലണം, അവനെ വെടിവെച്ച് കൊല്ലണം നിങ്ങൾ പറയായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനത്തെ ഒരു വാക്ക് വരാത്തത് കൊണ്ട് മകന് ഇത്രയും വലിയ തെറ്റുകാരാണ്. ഏറ്റവും വലിയ കാരണക്കാർ ജന്മം കൊടുത്ത നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഇങ്ങനെ പോറ്റി വളർത്തിയത് കൊണ്ടാണ് ആ മകൻ അങ്ങനെ പോയത്. ഇപ്പോഴും ന്യായീകരിക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെയാണ് പോറ്റി. അത് മാത്രമല്ല, ആദ്യത്തെ ഭാര്യയെ അവൻ എങ്ങനെ അടിച്ച് പൊട്ടിച്ച് കോമയിലാക്കിയിട്ടുണ്ട്, അതിനെ നിങ്ങൾ ന്യായീകരിക്കും. അതുപോലെ ആ പിശാച്ചായ ഭാര്യ 3 പേരും ഇനി പുറം ലോകം കാണാത്ത രീതിയിൽ ശിക്ഷിക്കപ്പെടണം. നമ്മൾ സ്വന്തം കുഞ്ഞുങ്ങൾ ഇങ്ങനെ വേദനിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഫീൽ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും ആ പൊന്നുമോന്റെ മുഖം നമ്മളുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഇപ്പോഴും ആ പൊന്നുമോന്റെ മുഖം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും കണ്ണീരാണ് നിങ്ങൾക്ക് വരുന്നത്. മറക്കാൻ പറ്റുന്നില്ല. അവനെ കൊല്ലണ്ടേ? അവന് ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യനുള്ളവനാണോ? ഇതിനെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുമോ? പിന്നെയല്ലേ മകൻ. അതുകൊണ്ട് നിങ്ങളും നമ്മളോടൊപ്പം ചേർന്ന് അവന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് നിങ്ങൾ പറയുന്നിടത്തോളം കാലം നിങ്ങൾ ഒരാളും ഉമ്മയായി കാണാൻ കഴിയില്ല. നിങ്ങളെ കണ്ണീരിന് അതൊരു കണ്ണീരായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ആ മകന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെ നിങ്ങളുടെ നാക്കിൽ തന്നെ നിങ്ങൾ പറയണം.